സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പലതരത്തിലുള്ള ഡ്രോണുകളുണ്ട്. അതിനെല്ലാം കൈകാര്യം ചെയ്യാൻ ഈഗിൾ സ്ക്വാഡിനെ രംഗത്തിറക്കിയിരിക്കുകയാണ് തെലങ്കാന പോലീസ്. ഡ്രോണുകൾ കണ്ടാൽ ശരവേഗത്തിലെത്തും ഈ സ്ക്വാഡ്. കെ.വി. ശ്രീധരൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശ്രീധര, ആകപ്പാട് പൊല്ലാപ്പായതുകൊണ്ടായിരിക്കുമല്ലോ ഈഗിൾ സ്ക്വാഡിനെയൊക്കെ രംഗത്തിറക്കേണ്ടത്. ശരിയാണ്, സുരക്ഷയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ഈഗിൾ സ്ക്വാഡിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? പൂജ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഡ്രോണുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പരുന്തുകളെ ഉപയോഗിക്കുന്നത്. അത് ആ ക്രെഡിറ്റ് തെലങ്കാന പോലീസിന് തന്നെ സ്വന്തമാണ്. ഏകദേശം 2 വർഷത്തെ ട്രെയിനിങ്ങിനൊക്കെ പരിശീലനത്തിനൊക്കെ ശേഷമാണ് ഇങ്ങനൊരു സ്ക്വാഡിനെ പുറത്തിറക്കാൻ തെലങ്കാന പോലീസിനായത്. ഏറ്റവും പ്രധാനം, നമ്മളിപ്പോൾ ഒരു VIP മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ VIP റാലികളൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രധാനമന്ത്രിയുടെയോ രാഷ്ട്രപതിയുടെയോ പരിപാടിയൊക്കെ നടക്കുന്ന പ്രദേശത്ത് തീർച്ചയായിട്ടും ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് നിയന്ത്രണമുണ്ട്. പക്ഷേ പലപ്പോഴും ഇത് ലംഘിച്ച്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് അറിയാതെയോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ നിരവധിയുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ തെലങ്കാനയിലെ പ്രത്യേകിച്ച് ഹൈദരാബാദ് മേഖലയിലൊക്കെ വർദ്ധിച്ചതോടുകൂടിയാണ് ഇങ്ങനൊരു ആശയം തെലങ്കാന പോലീസിന് വന്നത്. ഏതായാലും 2 മാസം മാത്രം പ്രായമുള്ള പരുന്തുകളെ 2 പരുന്തുകളെ ആദ്യം വാങ്ങി അതിനെ പരിശീലിപ്പിച്ച്, ഈ പക്ഷികളൊക്കെ പരിശീലിപ്പിക്കുന്ന ആളുകളൊക്കെ വെച്ച് അതിന് കൃത്യമായിട്ടുള്ള പരിശീലനം നൽകിയ ശേഷമാണ് ഇപ്പോൾ 2 വർഷത്തിന് ശേഷം ഈ ഈഗിൾ സ്ക്വാഡിനെ പുറത്തിറക്കാൻ ഇപ്പോൾ തെലങ്കാന പോലീസിനായിട്ടുള്ള ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഒരു ഹെലിക്യാം ഇങ്ങനെ പറന്നു പോകുന്നു. തൊട്ടപ്പുറത്ത് നിന്ന് ഒരു തണലിരിക്കുകയായിരുന്ന പരുന്ത് പെട്ടെന്ന് പറന്ന് ഹെലിക്യാം തട്ടിത്തെറിപ്പിച്ച് ദൂരേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് തെലങ്കാന പോലീസ് ഈഗിൾ സ്ക്വാഡിന്റെ വിവരം പുറത്തുവിട്ടത്. ഏതായാലും ഇത് കാണുന്ന പോലെ എളുപ്പമല്ല. കൃത്യമായിട്ടുള്ള പരിശീലനം പരുന്തിന് നൽകിയ ശേഷമാണ് ഇങ്ങനെ ഒരു സ്ക്വാഡിനെ പുറത്തിരിക്കുന്നത്. ഇനി ഏതായാലും തെലങ്കാന പോലീസിന് കീഴിൽ അല്ലെങ്കിൽ ആ മേഖലയിൽ ഇങ്ങനെ അനധികൃത ഡ്രോണുകൾ പറത്തുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പലതരത്തിലുള്ള സേനയെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയല്ലേ. അതിലേക്കാണ് ഇപ്പോൾ തെലങ്കാനയിൽ നിന്നും ഈഗിൾ സ്ക്വാഡ് കൂടി എത്തിയിരിക്കുന്നത്. ശ്രീധരനാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞത്.